മരിച്ചെന്ന് BLO റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് വടകര മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് നിരവധി പേരാണ്. ജനുവരിയിൽ വന്ന ആദ്യ പട്ടികയിൽ വോട്ടുണ്ടായിരുന്നവർക്ക് ഏപ്രിലിൽ അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ വോട്ടില്ലാതായി. മണ്ഡലത്തിൽ വോട്ടവകാശം നഷ്ടപ്പെട്ട 3 പേരെ റിപ്പോർട്ടർ കണ്ടെത്തി. കഴിഞ്ഞ വരെ ഞാൻ ചെയ്തതാ, അതുകൊണ്ട് ഉണ്ടെങ്കിൽ ചെയ്യൂ. മരിച്ചു പോയിന്നാ പറയുന്നത്. മരിച്ചിക്കില്ല, ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്യാ. ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ താനിനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് വില്യാപ്പള്ളി പഞ്ചായത്തിലെ കണ്ടംപറമ്പിൽ മാധു. റിപ്പോർട്ടർ അന്വേഷണത്തിൽ വടകരയിലെ വില്യാപ്പള്ളി പഞ്ചായത്തിൽ മാത്രം 3 പേരുടെ വോട്ടാണ് മരിച്ചെന്ന് കാണിച്ച് തള്ളിയത്. മറ്റു പഞ്ചായത്തുകളിൽ ഇതിലും കൂടുതൽ പേരുടെ വോട്ട് തള്ളിയതായാണ് ആരോപണം. വോട്ടമ്മക്ക് ഇപ്പോൾ ആരൊക്കെ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് മരിക്കാത്ത ഒരാൾ മരിച്ചു പോയിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുക? അത് ഭയങ്കര വേദനാപരമായിട്ട് ഞങ്ങൾ 4 മക്കളും BLOൻ്റെ വീട്ടിൽ പോയി. ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് ആദ്യം ഫസ്റ്റ് തന്നെ പറയുന്നത്. അപ്പോൾ കയ്യബദ്ധം പറ്റിപ്പോയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ പറ്റത്തില്ല. കാരണം മരിച്ചതിൻ്റെ ഇവിടെ വെരിഫൈ ചെയ്യണ്ടേ, BLO വീട്ടിൽ വരണ്ടേ. സമഗ്ര അന്വേഷണം വേണമെന്നാണ് പ്രാദേശിക നേതാക്കളുടെ ആവശ്യം. തള്ളിപ്പോയത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ആരും ശ്രദ്ധിക്കാൻ ഇല്ലാത്ത ഒരു വീട്ടിലുള്ള ഒരാളാണ്. BLO തന്നെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് കിട്ടിയ മറുപടി. അപ്പം BLO ഇന്നലെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോരായ്മ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരെ പോരായ്മയാണ് എന്നുള്ളത് കൂടി കണ്ടെത്തി പ്രശ്നം ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ഏതായാലും മരിച്ചെന്ന് പറഞ്ഞ് വോട്ട് തള്ളുന്ന 3ാമത്തെ ആളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ നിരവധി വോട്ടുകൾ ഇങ്ങനെ വേറെയും തള്ളിയിട്ടുണ്ട് എന്നാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പരാതി. ഏതായാലും ഈ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്ന് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നമുക്കും പറയാനുള്ളത്. കാരണം ഇത് പൗരന്മാരുടെ വോട്ടവകാശത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.